തെക്കൻ കേരളത്തിൽ അധികം കിട്ടാത്ത ഒരു പായസമുണ്ട്. കോട്ടയം പാറേച്ചാൽ ബൈപ്പാസിൽ വഴിയോരത്തെ ഒരു കൊച്ചു കടയിലാണ് ഈ സ്പെഷ്യൽ പായസമുള്ളത്. പായസത്തിന്റെ രുചി കാരണം വൈകുന്നേരങ്ങളിൽ അവിടെ ആളുകളുടെ തിരക്കാണ്. ആ പായസ വിശേഷം ഒന്ന് കണ്ടിട്ട് വരാം. ഞാനിന്നുള്ളത് പാറേച്ചാൽ ബൈപ്പാസിലെ 2ാം പാലത്തിലാണ്. ഈ പാലത്തിലെത്തിയത് ഒരു പായസം കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നല്ല മുളയരി പായസം കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ പായസം ഒന്ന് കുടിച്ചിട്ടാം. ഇതാണ് നമ്മൾ പറഞ്ഞ ആ കട. ഇവിടെയാണ് നല്ല മുളയരി പായസം കിട്ടുന്നത്. കട ചെറുതാണെങ്കിലും ഇവിടുന്ന് പായസം കുടിച്ചവർക്കൊക്കെ നല്ല അഭിപ്രായമാണ്. പായസം അടിപൊളി, സൂപ്പർ സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല പായസം. ഏത് പായസമാണ് കുടിക്കുന്നത് കൂടുതലും? മുളയരി പായസം. ഇഷ്ടപ്പെട്ടു. നമ്മൾ വയനാട്ടിൽ നിന്നാണ് അരി ഓർഡർ ചെയ്ത് വരുത്തുന്നത്. കിലോ 600 രൂപ. നമ്മൾ ഒരാഴ്ചത്തേക്കിനുള്ള അരി അവർ നമുക്ക് കൊണ്ടുവരും. അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. അരി നമ്മൾ തലേദിവസം വെള്ളത്തിയിട്ട് കുതിർത്ത് പിറ്റേന്ന് രാവിലെ വിറകടുപ്പ വെച്ച് വേവിച്ച് ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. മുളയരിയുടെ കൂട്ടത്തിൽ നമ്മൾ പാലടയോ അല്ലെങ്കിൽ അടപ്രഥമൻ അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം മാറി മാറി വരും. കൊണ്ടുവരുന്നത് നമ്മൾ വിറ്റ് പോകും. രാവിലെ ഒരു 11:30 തുടങ്ങുന്ന കച്ചവടം ഒരു 5 മണി 6 മണി ആ റേഞ്ചിലൊന്ന് തീരും. സ്ഥിരം കസ്റ്റമേഴ്സും ഉണ്ട്. നമുക്ക് വന്ന് മേടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്, ഇവിടെ നിന്ന് കുടിക്കുന്നവരുമുണ്ട്. മുളയരിയുടെ കൂട്ടത്തിൽ നമ്മൾ പാലടയോ അല്ലെങ്കിൽ അടപ്രഥമൻ അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം മാറി മാറി വരും. കച്ചവടം കുഴപ്പമില്ല. കൊണ്ടുവരുന്നത് നമ്മൾ വിറ്റ് പോകും. രാവിലെ ഒരു 11:30 തുടങ്ങുന്ന കച്ചവടം ഒരു 5 മണി 6 മണി ആ റേഞ്ചിലൊന്ന് തീരും. സ്ഥിരം കസ്റ്റമേഴ്സും ഉണ്ട്. നമുക്ക് വന്ന് മേടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്, ഇവിടെ നിന്ന് കുടിക്കുന്നവരുമുണ്ട്. സംഗതി എന്തായാലും കൊള്ളാം. നല്ല അടിപൊളി പായസം. തെക്കൻ കേരളത്തിലേക്കൊന്നും അങ്ങനെ അധികം കുടിക്കാൻ കിട്ടാത്ത ഒന്നാണ് ഈ മുളയരി പായസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുഞ്ഞു കടയിലേക്ക് വന്നാൽ നല്ല ചൂടോടെ മുളയരി പായസം കുടിച്ച് മടങ്ങാം. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.